അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതെ വെള്ളത്തിന്റെ അപ്ഡേറ്റ്സ് ഇതാട്ടോ. ഇപ്പോൾ ഇന്നലത്തെക്കാട്ടിൽ കുറവുണ്ട് കേട്ടോ. ഇന്നലെ ഇവിടത്തെ ആ ഏട്ടന്മാരിരിക്കുന്ന സ്ഥലത്തൊന്നും അവിടെ ഇരുന്ന ഏട്ടന്മാർ ഇത് വെള്ളത്തിൽ കൂടിയാണേ. അപ്പൊ ഇന്ന് കുറച്ച് കുറവുണ്ട്. അല്ല അമ്മ, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ? എന്താ പരിപാടി? പാക്ക് ചെയ്തിട്ടില്ല. പാക്ക് ചെയ്യുന്നില്ലേ? ഇനി മഴ പെയ്യാണെങ്കിൽ വെള്ളം കൂടുകയാണെങ്കിൽ പാക്ക് ചെയ്യേണ്ടി വരും. ഈ പോണില്ല, വീട്ടിൽ പോണില്ല? മല വീഴുന്നതിന്റെ അങ്ങോട്ട് ഞാൻ എന്തിനു പോണം? അപ്പൊ മോനിഷ ഇപ്പോ ചെകുത്താനും കടലും നടുക്കാട്ടോ. ഇവിടെ വെള്ളവും ഓളെ നാട്ടില് മല ഇടിഞ്ഞു വീഴാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ടോടേ. 2-3 ആൾക്കാർ കമന്റിലും ചോദിച്ചു, കുറെ പേര് നേരിട്ടും ചോദിച്ചു, നിങ്ങളെ വീട്ടിൽ വെള്ളം കയറുമോ? നമ്മളെ വീട്ടിൽ വെള്ളം കയറുമോ? വെള്ളം കയറും. അത്രയും നല്ല വെള്ളം അന്ന് പ്രളയം ഉണ്ടായെന്ന് സ്വിച്ച് ബോർഡിന്റെ ഒക്കെ താഴെയെന്ന് വെള്ളം. അല്ലാത്ത അക്കരമൊക്കെ ആകെ വീട് ഫുള്ള് മൂടിയില്ലേ. അപ്പൊ കയറും തന്നെ ഉള്ളൂ. 2019 അവിടെ വെള്ളം കയറിട്ടോ. അതായത് നിലമ്പൂർ അങ്ങാടി, നമ്മുടെ ഇവിടെ നമുക്ക് അറിയാവുന്ന അങ്ങാടി, പിന്നെ ഏറ്റവും ടോപ്പിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നിലമ്പൂരൊക്കെയാണ്. അവിടെയൊക്കെ അന്ന് വെള്ളത്തിന്റെ അടിയിലായ സമയത്ത് നമ്മളവിടെ ജനലിന്റെ ആ പൊക്കത്തിന് എന്ത് ചെയ്തു, വെള്ളം വന്നു കേട്ടോ. 2019 അന്ന് ടോപ്പ് വെള്ളമാണ്. പുഴയിലും നല്ല വെള്ളം വന്നു. അതേപോലെ അത്രയും ടോപ്പ് മഴയാണ് വന്നു. അപ്പോൾ അതിന് വരാണ്ടിരിക്കാനൊന്നുമില്ല, വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. എന്തെങ്കിലും മാറാനുള്ള പരിപാടി ഉണ്ടാകും? ഡ്രസ്സ് പാക്ക് ചെയ്യണമൊന്നുമില്ല? പാക്ക് ചെയ്യാൻ അതല്ല, പോത്തുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്. പിന്നെ നമ്മള് പാക്ക് ചെയ്തിട്ട് എന്താ, ഓരൊക്കെ എന്താ ചെയ്യാ? അപ്പൊ വെള്ളം വരൂല പ്രതീക്ഷിക്കാട്ടോ. വെള്ളം വരാനുള്ള ഒരു മഴയൊന്നും പെയ്തില്ലല്ലോ. പക്ഷെ ഇന്ന് ഉച്ചക്ക് ആ മഴ എന്താ മഴ! നല്ല മഴ ചെയ്തു, നല്ല മഴ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ മഴ പെയ്തിട്ടില്ല. നമ്മളെ പോത്തിനെ കെട്ടിയ സ്ഥലം എവിടെയാ അമ്മ? അതൊക്കെ വെള്ളം കാണാനില്ല. നമ്മളെ പോത്തും പശുവിടെ നടന്ന സ്ഥലങ്ങളാട്ടോ അതൊക്കെ. ഇവരൊക്കെ ഫുള്ളായിട്ട് പോലെ ഇങ്ങനെ മണ്ടിപ്പഞ്ഞാടുന്ന സ്ഥലമാണ്. അതൊക്കെ ഫുള്ള് വെള്ളത്തിലായിപ്പോ. നമ്മളെ ചാനലില് കുറെ ആൾക്കാർ കമന്റ് ഇട്ടിരുന്നു കേട്ടോ. അങ്ങനെ നമ്മള് രാവിലെ പോത്തിനെ കൊണ്ടുപോയി കെട്ടുന്ന ഇടുമ്പോഴൊക്കെ അതൊക്കെ കാണുമ്പോഴൊക്കെ ആൾക്കാർ ഭാഗ്യവാനാട്ടോ നീ എന്നൊക്കെ പറഞ്ഞിരുന്നേ. അപ്പൊ മഴക്കാലം കഴിഞ്ഞ അവസ്ഥ എന്താ? മഴക്കാലം ഇങ്ങനെയൊക്കെ ആവുമ്പോ പേടിയാണ്. രാത്രി ഉറക്കം അല്ലാത്ത സമയത്ത് എല്ലാരും പറയും അടുത്ത് പുഴയാണ്, നിങ്ങൾക്ക് നല്ല സുഖാണ്. പക്ഷെ ഇങ്ങനത്തെ അവസരത്തിലൊക്കെ നല്ല മഴ ചെയ്ത് ഉറക്കം വരുമോ? രണ്ടാക്കും ഉറക്കം വരില്ല. നമുക്ക് പ്രത്യേകിച്ച് ഓരോ സൗണ്ട് തൊട്ട് അപ്പം നീക്കുള്ളൂ. ഇത് പോവല്ലേ ഇവിടുന്ന് പോവല്ലേ ആ ടീമാണ്. അപ്പൊ മഴക്കാലത്തോട്ടോ 2-3 മാസം, അതായത് ഏപ്രിൽ കഴിഞ്ഞിട്ട് പിന്നെ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് വരെ. ഓഗസ്റ്റ് മാസത്തിലാണ് ചിലപ്പോൾ പ്രളയം ഉണ്ടോ ഇല്ല എന്നൊക്കെ അറിയണത്. ഓഗസ്റ്റ് മാസത്തിലാണ്. അല്ലാത്ത മാസങ്ങളൊക്കെ നമുക്ക് നല്ല പശു വളർത്താനും പോത്ത് വളർത്താനൊക്കെ പറ്റിയ അന്തരീക്ഷവും പുല്ലും കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊരു കഴിഞ്ഞിട്ട് ഉള്ള 2-3 കർക്കിടക മാസമാണോ അത്? അല്ല, വെള്ളം കൂടുന്നത് ഓഗസ്റ്റ് അറിയുള്ളൂ. അപ്പൊ അങ്ങനെ പറയും. അച്ഛൻ പറയുന്നേ പേടിക്കണ്ട, പുഴ നല്ല വീതി കൂടിയിട്ടുണ്ട്. അന്നത്തെ പോലെ വീതി ഇല്ലാതെ ആകുമ്പോഴാണ് കൂടുതൽ. ഇപ്പൊ ആ പ്രളയത്തിന് കുറെ ഇടിഞ്ഞ് കുറെ വീതി കൂടിയത് പുഴ. അതുകൊണ്ട് ഇനി പേടിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല. മഴ നല്ല പെയ്ത് കഴിഞ്ഞാല് വെള്ളം വരും അല്ലേ? അന്നത്തെ പോലെ എവിടെയൊക്കെ ഇടിയൊക്കെ ആണെങ്കിൽ. ഇന്ന് വയനാടും കവളപ്പാറൊക്കെ പൊട്ടിയ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അവിടെ വെള്ളം വന്നത്. അതേപോലെ തന്നെ നിൽക്കാതെ മഴ ചെയ്താല് പൊട്ടും. വയനാട്ടില് വന്നെന്ന് നമ്മള് മാറിയിട്ടൊന്നുമില്ലല്ലോ വെള്ളം. ഇല്ല, എന്നാലും നമ്മള് മാറി 2019 വെള്ളം വന്നിട്ടുള്ളൂ ഇവിടെ. ബാക്കിയുള്ള എല്ലാ കൊല്ലവും ഇതേപോലെ തന്നെ നിൽക്കലല്ലേ. ഇന്ന് പുല്ലുണ്ടാക്കിയ പോത്തിന് 2 ചാക്ക് പുല്ലുണ്ടാക്കി. 2 ചാക്ക് പുല്ലുണ്ടാക്കി. ഞാനല്ല, അമ്മ. ഇന്ന് അത്രയും സമയം ഞാൻ പുല്ലുണ്ടാക്കുന്നത് വരെ തീരുന്നത് വരെ മഴ പെയ്തില്ല. പുല്ല് കൊണ്ട് വന്ന് ചാണകം വാരിപ്പോ പേരും മഴ. എത്തിയില്ലേ അമ്മ? അതേപോലെ കുറെ ആൾക്കാർ ചോദിച്ചു, ആന ഇപ്പൊ എന്ത് പറയുന്നത് വരലുണ്ടോന്നൊക്കെ ചോദിച്ചു. എന്താ ആനേന്റെ വർത്താനൊക്കെ? ആന വരുമോ? വരും, വെള്ളത്തിലൊക്കെ നീന്തി വരൂലേ? നീന്തി വരും. ഇന്നലെ മിഞ്ഞാന്ന് വന്നല്ലോ. വന്നുണ്ടോ? ഇത്രയും വെള്ളത്തിലൊക്കെ വരുമോ?
മൂന്നാല് ചക്കൊക്കെ ഇട്ടു. ആ ചക്ക കിടക്കല്ലേ. ആ പക്ഷെ ആരും കണ്ടില്ലായിരുന്നു, ആരും അറിഞ്ഞില്ല. പടക്കൊന്നും പൊട്ടിക്കാൻ പറ്റിയില്ലായിരുന്നു പാമ്പത്തിന്. വന്ന് കൊറേ ചക്കൊക്കെ ഇട്ട് പോയി. നൈസായിട്ട് വന്നു പോയി. അപ്പൊ മഴക്കാലത്ത് വരും ആന. ഇപ്പൊ പന്നിയൊക്കെ വരുന്ന മാതിരി തന്നെയാവും ഇപ്പൊ ആനയും. ആർക്കും വിഷയമില്ലാതെ ആവൂലേ, ആർക്കും വിഷയമില്ലാതെ ആവൂലേ. അങ്ങനെ മനുഷ്യർക്കൊക്കെ ഇങ്ങനെ വരും കൂടെ ഇരുട്ടാവുക.